എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 100 മാർക്കിൻ്റെ ഒരു മോഡൽ എക്സാമാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 133/2022, ടൈപ്പിസ്റ്റ് ക്ലർക്ക് ഗ്രേഡ് 2 ഡിഗ്രി ലെവൽ മെയിൻ എക്സാം, മലബാർ സിമെൻറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇത് ഡേറ്റ് നടന്ന എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 29/12/2022. ഓക്കെ, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. നെഗറ്റീവ് അടക്കം കൂട്ടിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സന്താൾസ് ഈസ് ഓർ ആർ ട്രൂ? സന്താൾസിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്? സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. They settled in the foothills of Rajmahal. The Sandals used to plow. Which of the following statement is or are correct about അയ്യ വൈകുണ്ഠസ്വാമികൾ? അയ്യ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 only. അതായത് ഫസ്റ്റ് ടു സ്റ്റാർട്ട് മിറർ കോൺസെൻട്രേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഇൻ കറക്റ്റ് ഓർഡർ ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. അതായത് കാലഗണനാക്രമത്തിൽ ഇതിന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവങ്ങളെ. അപ്പോൾ ഇതൊന്ന് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതൊന്ന് ഓർഡർ ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻസ് കാണിക്കാം. ഓക്കെ, ഇതൊന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് കാണിക്കുകയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 4, 1, 2, 3. അതായത് ഓപ്ഷൻ സി 4, 1, 2, 3 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് പണ്ഡിറ്റ് കെ പി കറുപ്പൻ? പണ്ഡിറ്റ് കെ പി കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി 4, അരയ സമാജാണ്. ഓക്കെ, അരയ സമാജാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അരയ സമാജം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്, ഇവിടെ ആര്യ സമാജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആര്യ സമാജ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻഹാബിറ്റൻസ് ഓഫ് കുറിഞ്ചി തിണൈ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻഹാബിറ്റൻസ് ഓഫ് കുറിഞ്ചി തിണൈ? കുറിഞ്ചി തിണയിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 3 only. അതായത് വേടരും കണവരും. Consider the following statements. Which of the following are correct about വാജിദ് അലി ഷാ? വാജിദ് അലി ഷായുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ഓൺലി 2. The life was gone out of the body and the body of this town has been left lifeless. Statements related to soils are given below. Which statement is or are correct about red soil? Red soil-ആയിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺലി 1. അതായത് ഫോംഡ് ബൈ ദ വെതറിംഗ് ഓഫ് ഇഗ്നിയസ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ് ഈസ് comparatively less fertile. Which of the following statement is correct about ലളിതകലാ അക്കാദമി? ലളിതകലാ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ലളിതകലാ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1. അതായത് ഏതാ? പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ആർട്സ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. റിഗാർഡിംഗ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത്. The methods of obtaining the Earth's topography using cameras from the ground. Consider the following crops. Which of the following is true about Kharif crops? Kharif crops ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഏതാ?
One only. Rice, cotton, jute, sugarcane. Which computer generation uses Java language? Java language ഉപയോഗിക്കുന്ന computer generation ഏതാണ്? Java language ഉപയോഗിക്കുന്ന computer generation ഏതാണ്? Answer option C ആണ്, 4th generation ആണ്. Which is not a pointing device? Which is not a pointing device? Pointing device അല്ലാത്തത് ഏതാണ്? Answer option D, punch card reader ആണ്. Resolution of monitor is measured in. Resolution of monitor is measured in. Resolution of monitor is measured in. Answer option D, PPI ആണ്. Which component of PC maintains time and date? Time and date maintain ചെയ്യുന്ന PCയുടെ component ഏതാണ്? Answer option A ആണ്, CMOS memory. CMOS memory. RAM is a memory. Which of the following is or are true? RAM എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? RAM ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 1ഉം 2ഉം ശരിയാണ്. പ്രൈമറി മെമ്മറിയാണ്, വോളറ്റൈൽ മെമ്മറിയാണ് RAM. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Among the following, which one is the smallest memory unit? Smallest memory unit ഏതാണ്? Answer option D, register ആണ്. Which one is the optional storage optical storage medium? Which one is the optical storage medium? Optical storage medium ഏതാണ്? Answer option C, CD-ROM ആണ്. Mails that are sent with malicious intent to get you into trouble are called. Mails that are sent with malicious intent to get you into trouble are called. Answer option D, spam ആണ്. Which is not a system software? System software അല്ലാത്തത് ഏതാണ്? Answer option C ആണ്, web browser. Which key on Windows keyboard sets to full screen mode in most browsers? അതായത് താഴെയുള്ള ഏത് കീ ആണ് വെബ് ബ്രൗസേഴ്സിൽ ഫുൾ സ്ക്രീൻ മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, F11. MS Word is dash kind of software. MS Word എന്ത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേർഡ് പ്രോസസ്സിംഗ്. മെയിൽ മെർജ് ഫീച്ചേഴ്സ് യൂസ്ഡ് ഇൻ MS Word are. Mail merge features used in MS Word are. Answer option A, send bulk mails. Text formatting feature of MS Word are. Text formatting features of MS Word are. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ 4 സെക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഓപ്ഷൻസ് കാണിക്കാം. ഓക്കെ, ഓപ്ഷൻസ് ഇതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, all of the above. 1, 2, 3 and 4. ഇൻ വേർഡ് ഡോക്യുമെൻറ്റ് ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റ് ഈസ്. സബ്സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രസ് കൺട്രോൾ ആൻഡ് ഈക്വൽ സൈൻ. വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ഓഫ് എ പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് ഇൻ MS Word? MS Wordൽ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള മാർജിൻ സെറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഡെൻറ്റ്. വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ സെൻറ്റർ അലൈൻമെൻറ്റ് ഓഫ് എ ടെക്സ്റ്റ് ഇൻ വേർഡ് ഡോക്യുമെൻറ്റ്? ഒരു വേർഡ് ഡോക്യുമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, Ctrl+E. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് ഡ്രോപ്പ് ഡൗൺ മെനൂസ്, MS Word 2007 creates a system where buttons and commands are grouped under the tabs are called. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് ഡ്രോപ്പ് ഡൗൺ മെനൂസ് ഇൻ MS Word 2007 creates a system where buttons and commands are grouped under tabs is called. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റിബൺ സിസ്റ്റം ആണ്. ഇൻ MS Word, ഡാഷ് is a pre-designed document that you can use to create new documents with the same formatting. In MS Word, dash is the pre-designed document that you can use to create new documents with the same formatting. Answer option A ആണ്, template ആണ്. Which of the following is not an auto shape in MS Word? MS Wordൽ auto shape അല്ലാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് ക്ലിപ്പാർട്ടാണ്. ക്ലിപ്പാർട്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോളം ഹെഡിങ് ഫോർ ഈച്ച് കാറ്റഗറി ഇൻ എ ഡാറ്റ സോഴ്സ്? അതായത് ഡാറ്റ സോഴ്സിലെ ഓരോന്നിൻ്റെയും കോളം ഹെഡിങ്, ഓരോ കാറ്റഗറീൻ്റെയും കോളം ഹെഡിങ്ങിന് അറിയപ്പെടുന്ന പേരെന്താ? ആൻസർ ഓപ്ഷൻ ബി ഫീൽഡ് നെയിം ആണ്. വാട്ട് ആർ ദ ഐറ്റം ഡിസ്പ്ലേഡ് ഇൻ ദ നെയിം ബോക്സ് ഇൻ MS Excel? MS Excelൻ്റെ നെയിം ബോക്സിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോവ്. എന്തൊക്കെയാണ്? അഡ്രസ് ഓഫ് ആൻ ആക്റ്റീവ് സെൽ, നെയിം ഓഫ് ദ സെലക്ടഡ് സെൽ, സെലക്ടഡ് സെൽ റേഞ്ച്. കൗണ്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ MS Excel ഈസ് ടു. കൗണ്ട് ഫംഗ്ഷൻ MS Excel എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഫോർ certain criteria. ഡോണറ്റ് ചാർട്ട് ഇൻ MS Excel സിമിലർ ടു. MS Excelലെ ഡോണറ്റ് ചാർട്ട് എന്തിന് സിമിലർ ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പൈ ചാർട്ട്. വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഇൻ MS Word ടു മേക്ക് സെലക്ടഡ് ടെക്സ്റ്റ് ഇറ്റാലിക്? ഇറ്റാലിക് ആക്കാനുള്ള ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ ഡി ആണ് Ctrl+I. ഹൗ മെനി വർക്ക് ഷീറ്റ്സ് ആർ ഇൻ എവരി വർക്ക് ബുക്ക് ഇൻ MS Excel 2007 ബൈ ഡിഫോൾട്ട്? ഡിഫോൾട്ടായിട്ട് എത്ര വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും? ആൻസർ ഓപ്ഷൻ ബി ആണ് 3. ബി 3 ആണ്. എ വർക്ക് ഷീറ്റ് ഇൻ MS Excel ഈസ് എ. വർക്ക് ഷീറ്റ് ഇൻ MS Excel ഈസ് എ. ആൻസർ ഓപ്ഷൻ സി ആണ് കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. ദ ഓട്ടോഫിൽ ഫീച്ചർ ഇൻ MS Excel ക്യാൻ അപ്ലൈ ഫ്രം. ദ ഓട്ടോഫിൽ ഫീച്ചർ ഇൻ MS Excel ക്യാൻ അപ്ലൈ ഫ്രം. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. വിച്ച് ഈസ് ദ ടേം ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്പ്രെഡ്ഷീറ്റ് വിച്ച് ഫോഴ്സസ് ലൈൻ ബ്രേക്ക് ഇൻ എ സെൽ വെൻ ദ സെൽ എൻട്രി ഈസ് ടു ലാർജ് ടു ഫിറ്റ് ഇൻ ദ സെൽ? Which is the term that is used in spreadsheet which forces a line break in a cell when the cell entry is too large to fit in the cell? Answer option B ആണ് wrap ആണ്. wrap. Cell referencing features in MS Excel is. Cell referencing features in MS Excel is or are. Cell referencing features in MS Excel is or are. Answer option D all of the above ആണ്. Which is the symbol is used to start a formula in MS Excel? MS Excel ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഈക്വൽ ടു സിമ്പിൾ ആണ്. നെയിം ദ സെൽ റെഫറൻസ് ഓപ്പറേറ്റേഴ്സ് ഇൻ MS Excel. നെയിം ദ റെഫറൻസ് ഓപ്പറേറ്റേഴ്സ് ഇൻ MS Excel. റെഫറൻസ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. Which is the term used to arrange data according to given criteria in MS Excel? Which is the term used to arrange data according to given criteria in MS Excel? Answer option B sorting ആണ്. 1 TB equal to. Answer option D ആണ് 1024 GB. The views of a slide MS PowerPoint is provided is or are. The views of slide PowerPoint MS PowerPoint provided are. MS PowerPoint views ഏതൊക്കെയാണ്? Answer option D all of the above. All the above. Okay. Dash is the default file name for a MS PowerPoint presentation. Dash is the default file name for a PowerPoint presentation. Answer option B ആണ് presentation 1. The entire presentation can be seen at a time in MS PowerPoint. The entire presentation can be seen at a time in MS PowerPoint. Answer option A ആണ് slide sorter view. In MS PowerPoint, objects on the slide that hold the text are called. In MS PowerPoint, objects on the slide that holds text are called. Answer option A placeholders ആണ്. Which shortcut key is used to insert a new slide in current presentation in MS PowerPoint? MS PowerPointൽ കറൻറ്റ് പ്രസൻറ്റേഷനിൽ പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് Ctrl+M. Which is the file format supports the MS PowerPoint show? MS PowerPoint ഷോയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ്. ആൻസർ ഓപ്ഷൻ ഡി all of the above. Which of the following is the default page setup orientation of slides in MS PowerPoint? MS PowerPointലെ ഡിഫോൾട്ട് സ്ലൈഡ് ഓറിയൻറ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ലാൻഡ്സ്കേപ്പ്. കോമൺലി യൂസ്ഡ് ടൈപ്പ് ഹെഡ്സ് ആർ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഹെഡ് ഏതൊക്കെയാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് 1 and 4, അതായത് പൈക്കും എലൈറ്റും. പാർട്സ് ഓഫ് ദ റോക്കർ മെക്കാനിസം. റോക്കർ മെക്കാനിസത്തിലെ പാർട്സ് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1 and 2. 1 and 2 ആണ്. ലൂസ് ഡോഗ് ആൻഡ് എസ്കേപ്പ്മെന്റ് വീല്, റിജിഡ് ഡോഗ് ആൻഡ് പിനിയൻ വീല്. റീസൺസ് ഫോർ സ്ലഗിഷ് മൂവ്മെന്റ് ഓഫ് ദി കാരേജ്. കാരേജിന്റെ സ്ലഗിഷ് മൂവ്മെന്റിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓൺലി 1, അതായത് ലോ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഫീഡ് റോൾസ്? ഫീഡ് റോൾസുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫീഡ് റോൾസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2 and 3 ആർ കറക്റ്റ്. ഫീഡ് റോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ബോട്ടം ഓഫ് ദ സിലിണ്ടർ. ദർ ആർ 2 sets of feed rolls. Type bar is connected to segment by means of. Type bar is connected to segment by means of. Type bar is connected to segment by means of. Answer option D fulcrum wire ആണ്. fulcrum wire. What are the 2 types of typewriter? ടൈപ്പ്റൈറ്ററിൻ്റെ 2 ടൈപ്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ്. ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ കൺക്ലൂഡഡ് ബൈ. ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ കൺക്ലൂഡഡ് ബൈ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൺലി 2 ഈസ് കറക്റ്റ്, അതായത് യുവർ സിൻസിയർലി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് 1 and 2 ആർ കറക്റ്റ്. അതായത് റിബൺ കാരിയർ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. റിബൺ കാരിയർ ഈസ് ഫിറ്റഡ് ബിഹൈൻഡ് ദ ടൈപ്പ് ഗൈഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? Which of the following statement is or are correct? Answer option D ആണ് 1 and 3 are correct. അതായത് on edges should be typed at the bottom center of the envelope. Address of the sender should be typed at the bottom left of the envelope. Name the shift systems in a typewriter. ടൈപ്പ്റൈറ്ററിലെ ഷിഫ്റ്റ് സിസ്റ്റംസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1 and 2. Carrier shift system, segment shift system. Fill in the blank using correct article. കറക്റ്റ് ആർട്ടിക്കിൾ വെച്ചിട്ട് ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ്. ഷീ വോണ്ടഡ് ഡാഷ് യൂണിക്കോൺ ഷേപ്ഡ് ടോയ്. ഷീ വോണ്ടഡ് യൂണിക്കോൺ ഷേപ്ഡ് ടോയ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എ ആണ്. എ യൂണിക്കോൺ ഷേപ്ഡ് ടോയ്. എ ആണ് വേണ്ടത്. അവിടെ എന്തുകൊണ്ടാണ് എ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യു എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് വന്നതുകൊണ്ട് തന്നെ എ ആണ് വരുന്നത്. എ യൂണിക്കോൺ ഷേപ്ഡ്. ഓക്കെ. ദ കാർ ഫെൽ ഡാഷ് ദ റിവർ. എ കാർ ഫെൽ ഡാഷ് ദ റിവർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻറ്റു ആണ്. മദർ ചൂസസ് എ ഡ്രസ്. എ ഡ്രസ് ഡാഷ് ബൈ മദർ. യൂസ് ആപ്റ്റ് പാസീവ് ഫോം. പാസീവ് ഫോം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഈസ് ചൂസൺ ആണ്. എ ഡാഷ് ഓഫ് വെയിൽസ് ടെറിഫൈഡ് ഹിം. എ ഡാഷ് ഓഫ് വെയിൽസ് ടെറിഫൈഡ് ഹിം. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്കൂൾ ആണ്. സ്കൂൾ. പിക്ക് ഔട്ട് ദ ഫ്രേസൽ വെർബ് ദാറ്റ് മീൻസ് എക്സ്പയേഴ്സ്. എക്സ്പയേഴ്സിൻ്റെ ഫ്രേസൽ വെർബ്. ആൻസർ ഓപ്ഷൻ സി ആണ്, റൺ ഔട്ട്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് സിമിലർ ഇൻ മീനിങ് ഫോർടെൽ. ഫോർടെല്ലിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഫസി ആണ്. പ്രൊഫസി. എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെൻറ്റ്. എ ലോട്ട് ഓഫ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ട്രീറ്റ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഈസ് ആണ്. ഇഫ് ഐ ഹാഡ് നോൺ മിഷാസ് അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ഇഫ് ഐ ഹാഡ് നോൺ മിഷാസ് അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ആൻസർ ഓപ്ഷൻ ഡി, കുഡ് ഹാവ് റിട്ടൺ. ദ ചിൽഡ്രൻ were treated most dash. The children were treated most dash. Answer option D, cruelly. Antonym of dwell. Dwellൻ്റെ ആൻറ്റോണിം. ഡ്വെല്ലിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റോണിം ഓഫ് ഡ്വെൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, റോം. ROAM. They live in a village. Correct question tag. They live in a village.
കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഏതാ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡോണ്ട് ദേ. ദ തീഫ് ഡാഷ് ദ പോലീസ് കോട്ട് ഈസ് പണിഷ്ഡ്. ദ തീഫ് ഡാഷ് ദ പോലീസ് കോട്ട് ഈസ് പണിഷ്ഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൂം ആണ്, ഹൂം. ദേ ഡാഷ് ഇൻസ്ട്രുമെൻറ്റ് സിൻസ് 7 o'clock. ദേ ഡാഷ് ഇൻസ്ട്രുമെൻറ്റ് സിൻസ് 7 o'clock. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാവ് ബീൻ പ്ലേയിങ്. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിപ്പോക്രേറ്റ്. ഫൈൻഡ് ഔട്ട് ദ സൈലൻറ്റ് ലെറ്റർ ഇൻ ദ വേർഡ് ബുച്ചർ. ബുച്ചർ എന്നുള്ളതിൽ സൈലൻ്റ് ആയിട്ടുള്ള ലെറ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടി. ദ ഓഡിറ്റോറിയം ഡാഷ് വെൻ ദ മ്യൂസിക് സ്റ്റാർട്ടഡ്. ദ ഓഡിറ്റോറിയം ഡാഷ് വെൻ ദ മ്യൂസിക് സ്റ്റാർട്ടഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാഡ്ഫീൽഡ്. ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. ഐ ആം ലേബിൾഡ് ആസ്. I always break and drop things. I am labeled as. Answer option B, Butterfinger. Butterfinger. He said to me, "Why? Which way did she go?" He said to me, "Which way did she go?" Answer ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഏതാ? He asked me which way she had gone. I dash work 10 hours in those days. I dash work 10 hours in those days. Answer option B ആണ്, could ആണ്. You had better dash him. You had better dash him. Answer option C ആണ്, advise. ADVISE. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അജാനുബാഹു. ഓക്കെ. അടുത്തത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മിടുക്കർ. മക്കൾ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം മക്കളാണ്. അതായത് അലിംഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇതും സ്ത്രീലിംഗവും ഉണ്ടാവും പുല്ലിംഗവും ഉണ്ടാവും. മക്കൾ എന്ന് പറയുമ്പോൾ മകനും ഉണ്ടാവും മകളും ഉണ്ടാവും. അതുകൊണ്ടാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, അധസ്ഥലം പിരിച്ചെഴുതുക. അധസ്ഥലം. ആൻസർ ഓപ്ഷൻ സി ആണ്, അധഃ അധിക സ്ഥലം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അർത്ഥാന്തരന്യാസം. എ ആണ്. അടുത്തത് സന്ധി നിർണ്ണയിക്കുക. 90. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആദേശസന്ധിയാണ്. ആദേശസന്ധി. ഓക്കെ. അടുത്തത് പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാഗവതർ. ഓക്കെ. ഇനി വിഹകം പര്യായ പദമായിട്ട് വരുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആകാശം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം ഏത്? പഠിക്കാനുള്ള ആഗ്രഹം. ആൻസർ ഓപ്ഷൻ എ ആണ്, പിപ്പടിഷ. പിപ്പടിഷ. ഒരു തെറ്റുണ്ട്, അതൊന്ന് നോക്കണം. ഇവിടെ ഇതിൽ 88ാമത്തത് ഡി ആണ് ആൻസർ വരുന്നത്, എ അല്ല. ഓക്കെ. അറിയാതെ തെറ്റിപ്പോയതാണ്, അതൊന്ന് മാറ്റണം. ഓക്കെ. ഡി അല്ല, എ ആണ്. എ അല്ല, ഡി ആണ്. വിഹകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നദി എന്ന അർത്ഥം ഇല്ലാത്ത പദം ഏത്? നദി എന്ന അർത്ഥമില്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, നദപതി. അടുത്തത് ശരത് അധികം ചന്ദ്രൻ ചേർത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, ശരത്ചന്ദ്രൻ.
അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റസ്കോ എന്നതിൻ്റെ മലയാള പരിഭാഷയാണ്. ആൻസർ ഓപ്ഷൻ ഡി മാറ്റമില്ലാത്ത അവസ്ഥിതി. അടുത്ത ക്വസ്റ്റ്യൻ പൂർവം വിപരീത പദം. പൂർവം വിപരീത പദം. ആൻസർ ഓപ്ഷൻ സി ആണ് പശ്ചിമ. ഭാഗിനേയൻ സ്ത്രീലിംഗം എന്താണ്? ഭാഗിനേയൻ്റെ സ്ത്രീലിംഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഗിനേയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓക്കെ, അതായത് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ, ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ് പുരോഗതി ഇല്ലാത്ത അവസ്ഥയെ. അടുത്തത് ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്നതിൻ്റെ വിവർത്തനമാണ്. ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്നതിൻ്റെ വിവർത്തനം ആൻസർ ഓപ്ഷൻ ബി ആണ് മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആകാശകുസുമം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ബി ആണ് തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഋജു വിപരീത പദം. ആൻസർ ഓപ്ഷൻ എ ആണ് വക്രം. അടുത്തത് പികം എന്ന വാക്കിൻ്റെ അർത്ഥം. പികം എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ഡി ആണ് കുയിൽ. കുയിൽ. ഓക്കെ, അപ്പോൾ കുയിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.